കാര്യമില്ല. സാധാരണ ഇവിടെ യഹൂദികളാണെന്ന് പറഞ്ഞ് മതിയാക്കി പോകലാണ് പറയുന്നത്. എന്നാൽ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇത് സംബന്ധിച്ച് ലഭിക്കുന്ന വിജ്ഞാനം വളരെ പ്രധാനപ്പെട്ടതാണ്. വിശ്വാസികളായിട്ടുള്ളവരെ, ചെയ്യാത്തത് നിങ്ങൾ പറയുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയൽ അല്ലാഹു നിങ്ങൾ കഠിന കോപമായി തീർന്നിരിക്കുന്നു. സൂറത്ത് സഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ശത്രുക്കളുടെ മർദ്ദനം കൊടുമ്പിരി കൊണ്ടപ്പോൾ പകരം വീട്ടുവാനും യുദ്ധം ചെയ്യുവാനും സമ്മതം ചോദിച്ചുകൊണ്ടിരുന്നു. നിങ്ങൾ കൈ അടക്കി വെക്കുക, ക്ഷമിക്കുക എന്നാണ് ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. അവസാനം പകരം വീട്ടാൻ സമ്മതം കൊടുത്തു. ആ പകരം വീട്ടൽ യുദ്ധത്തിൽ കലാശിച്ചു. അപ്പോൾ സമ്മതം ചോദിച്ചു കൊണ്ടിരുന്ന ചിലർക്ക് ഒരു മടി. അതിനെപ്പറ്റിയാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് പറയുന്നത്. ആയത്തിറങ്ങിയ പശ്ചാത്തലം അതാണെങ്കിലും വിഷയം വ്യാപകമായ നിലയിൽ പരിഗണിക്കപ്പെട്ടുള്ളൂ. ഒരു വാഗ്ദത്തം ചെയ്തിട്ട് അത് നിറവേറ്റാതിരിക്കലും ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് നിറവേറ്റാതിരിക്കലും ഈ ആയത്തിലെ പൊതുവായ ആശയപ്രകാരം അല്ലാഹുവിന്റെ കഠിന കോപത്തിന് കാരണമാണ്. അപ്പോൾ വൈരിൽ മഖ്ലൂഖി അലൈഹിം എന്ന് പറഞ്ഞതിൽ മേൽ പറഞ്ഞ സ്വഭാവം ഞങ്ങളിൽ വരാതെ കാക്കണേ എന്ന പ്രാർത്ഥന വരുന്നു. ഈ സ്വഭാവദോഷം അധിക ജനങ്ങളുടെ അടുക്കൽ വളരെ ഗുരുതരമായ വിഷയത്തിൽ പോലും കാണപ്പെടുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരു മന്ത്രമല്ല, ഓരോരുത്തരും അവരവരുടെ സ്വന്തം കാര്യം പറയലാണ്. ഈ കലിമയുടെ ആശയം ആരാധിക്കപ്പെടുവാൻ അവന് അല്ലാഹു അല്ലാതെ ഇല്ല എന്നാണല്ലോ. പ്രാർത്ഥനയാണ് ആരാധന എന്ന് നേരത്തെ വ്യക്തമാണ്. അപ്പോൾ പ്രാർത്ഥിക്കപ്പെടുവാൻ തരപ്പെട്ടവൻ അല്ലാഹു അല്ലാതെ ഇല്ല എന്ന് സാരമായി. അതിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്നാണല്ലോ അശ്ഹദിന്റെ അർത്ഥം. ഔലിയാക്കളോടുള്ള പ്രാർത്ഥനയും അതിൻ്റെ കേന്ദ്രമായ ജാറം കെട്ടിപ്പൊക്കലും ജാറത്തിലേക്ക് ഉദ്ഘാടനം നടത്തലും ജാറം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രസ്തുത ഷഹാദത്തിനെതിരാണ്. ഇക്കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ അല്ലാഹുവിന് പുറമെ വേറെയുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ ജാറത്തിൽ കബറടക്കപ്പെട്ടത് എന്ന വിശ്വാസത്തിനാണ് അയാൾ സാക്ഷിയാകുന്നത്. പ്രതിജ്ഞയെന്ന് പ്രവർത്തിക്കുകയാകുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ കഠിന കോപത്തിന് കാരണമായി. ഫാത്തിഹ സൂറത്തിലെ ദുആയുടെ വാചകം ഇങ്ങനെയുള്ളവരെ മുഴുവനുമുണ്ടല്ലോ. കാര്യം മഹാ അപകടം തന്നെ. പരിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ അല്ലാഹുവിന്റെ കോപത്തിന് കാരണമായ പല വിഷയങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഹദീസിൽ നിന്നുള്ള ഒരു ഉദാഹരണം, യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അല്ലാഹു ശപിച്ചിരിക്കുന്നു. അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധന സ്ഥലങ്ങളാക്കി, അതായത് പ്രവാചകന്മാരുടെ ഖബറുകളുടെ അടുത്ത് പള്ളികളുണ്ടാകും. ഈ ഖബറുകളുടെ അടുത്തായാൽ അധിക പുണ്യമുണ്ടെന്ന് കരുതി അവിടെ വെച്ച് അല്ലാഹുവിനെ ആരാധിച്ചു. അവിടെ വെച്ച് ചെയ്താൽ അത് അംഗീകരിക്കുവാൻ അല്ലാഹുവിന്റെ അടുക്കൽ ഈ ഖബറടക്കപ്പെട്ട പുണ്യവാളൻ ശുപാർശ ചെയ്യുമെന്നാണ് അവരുടെ വാദം. ഈ കാരണത്താൽ അല്ലാഹു അവരെ ശപിച്ചു എന്നാണ് പറയുന്നത്. നിർഭാഗ്യവശാൽ പൂർവികരായ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും പിൻപറ്റുന്ന സ്വഭാവം ഈ വിഷയത്തിൽ നമ്മുടെ സമുദായത്തിൽ വ്യാപകമായിരിക്കുന്നു. രണ്ട് കാര്യത്തിൽ നമ്മുടെ സമുദായം പൂർവികരെ കവച്ചു വെച്ചിരിക്കുന്നു. പൂർവികർ പ്രവാചകന്മാരുടെ ഖബറുകളിന്മേലാണ് മേൽപ്രകാരം ചെയ്തത്. നമ്മുടെ സമുദായം പുണ്യാളർക്ക് മാത്രമല്ല, ചില മാനസിക രോഗികൾക്കും മതനിഷ്ഠയില്ലാതെ ജീവിച്ചവർക്ക് പോലും മേൽപ്രകാരം ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം, പൂർവികർ ആ ദർഗകളിൽ വെച്ച് അല്ലാഹുവിനെയാണ് ആരാധിച്ചത്. നമ്മുടെ സമുദായം അവിടെ കബറടക്കപ്പെട്ട പുണ്യാളന്മാരെ തന്നെ ആരാധിക്കുന്നു. അതായത് അവരോട് പ്രാർത്ഥിക്കുന്നു, ജാറം മൂടുന്നു, വന്നോക്കുന്നു, നമ്മുടെ വാദ്യമാനങ്ങൾ നടത്തുന്നു, അങ്ങനെ പലതും. അങ്ങനെ ഷഹാദത്ത് തകർക്കുന്നു. അല്ലാഹുവിന്റെ കോപത്തിന് കാരണമാകുന്ന വിഷയങ്ങൾ ഞങ്ങളിൽ വരാതെ കാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രശ്നമില്ല. ഇങ്ങനെ അല്ലാഹുവിന്റെ കോപത്തിന് കാരണമായ ഒരുപാട് വിഷയങ്ങൾ സ്വഹീഹായ ഹദീസുകളിൽ